ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ പുസ്തകം 4ാമത്തെ ചാപ്റ്ററിൽ 95ാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് എടുത്ത് കയ്യിൽ വയ്ക്കുക. അതിന് ശേഷം മാത്രമാണ് ഇത് പഠനത്തിലേക്ക് കടന്നു വരിക. എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. Some muscles in our body that can be controlled, voluntary muscles, and some other cannot be controlled, involuntary muscles, according to our will. അതായത് നമ്മളുടെ ഇച്ഛയ്ക്കനുസൃതമായിട്ട് നമ്മളുടെ ശരീരത്തിലെ ചില മസിലുകളെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള മസിലുകളെ പറയുന്ന പേരാണ് വോളണ്ടറി മസിൽസ്. അതുപോലെ തന്നെ ചില മസിലുകളെ നമ്മളുടെ ശരീരത്തിലുള്ളവയെ നമ്മളുടെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത്തരത്തിലുള്ള മസിലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവോളണ്ടറി മസിലുകൾ. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന മസിലുകളെ വോളണ്ടറി മസിലുകൾ, അല്ലെങ്കിൽ അവയ്ക്ക് മലയാളത്തിൽ പറയുന്ന പേര് ഐച്ഛിക പേശികൾ എന്ന് പറയും. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത മസിലുകളെ നമ്മൾ എന്ത് പറയുന്നു? അനൈച്ഛിക പേശികൾ എന്നും ആണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ട് തരത്തിലുള്ള പേശികളാണ്, മസിൽസാണ് നമ്മളുടെ ശരീരത്തിലുള്ളത്. ഒന്ന് വോളണ്ടറി മസിൽസ്, രണ്ട് ഇൻവോളണ്ടറി മസിൽസ്. ഇത്രയും ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ്. ഇൻ വിച്ച് ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ആർ ഈച്ച് വൺ ഓഫ് ദം ഫൗണ്ട്. അപ്പോൾ അതായത് ഏത് നമ്മളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇത്തരത്തിലുള്ള മസിലുകൾ കാണപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്തരം പേശികൾ ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ഇത്തരം പേശികളെ കാണപ്പെടുന്നത്? ഏത്? നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതും നിയന്ത്രിക്കുവാൻ സാധിക്കാത്തവയുമായിട്ടുള്ളവ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ത്രൂ ഡിസ്കഷൻ. നമ്മളോട് ഡിസ്കഷൻ നടത്തി അതിന് ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞത്. ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ ദ ടേബിൾ പ്രൊവൈഡഡ്. താഴെ തന്നിരിക്കുന്ന ടേബിൾ ഏതാണ്? 4.3 തന്നിരിക്കുന്ന ടേബിളിൽ നമ്മളോട് അതിന് ഉദാഹരണം കണ്ടെത്തി എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നമുക്ക് തന്നിട്ടുണ്ട് വോളണ്ടറി മസിൽസ്, രണ്ടാമത്തെ സ്ഥലത്ത് നമുക്ക് തന്നിട്ടുണ്ട് ഇൻവോളണ്ടറി മസിൽസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എവിടെയെല്ലാമാണ് വിച്ച് ആർ ദ പ്ലേസസ് വോളണ്ടറി മസിൽസ് ആർ സീൻ. അതായത് നമ്മളുടെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന മസിലുകളാണ് വോളണ്ടറി മസിൽസ്. അവയെ എവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും? മസിൽസ് ആർ സീൻ ഇൻ ദ ഹാൻഡ്, ലെഗ്, ഫിംഗേഴ്സ്. ഒക്കെ നമ്മളുടെ കൈകളിലും കാലുകളിലും ഫിംഗേഴ്സിലും ഒക്കെ തന്നിരിക്കുന്ന മസിലുകൾ ഏതാണ്? വോളണ്ടറി മസിലുകളാണ്. കാരണം എന്താണ്? നമുക്ക് മസിൽ പിടിച്ച് കാണിക്കാനും ഒക്കെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വോളണ്ടറി മസിലുകളാണ്. ഇനി എവിടെയാണ് ഇൻവോളണ്ടറി മസിൽസ് കാണപ്പെടുന്നത്? ഇൻവോളണ്ടറി മസിൽസ് ആർ ഇൻ ദ ഇസോഫോഗസ്, യൂറിനറി സിസ്റ്റം, ഇൻ ദ ഹാർട്ട്, ഇൻ ദ സ്റ്റൊമക്ക്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് കാണപ്പെടുന്നത് ഏത് മസിലുകളാണ്? ഇൻവോളണ്ടറി മസിലുകളാണ്. ഈസോഫോഗസിൽ കാണപ്പെടുന്നത്. കാരണം ആ ഫുഡ് അവിടേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ താഴേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ട്രൈ ചെയ്താലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ആ മസിലുകൾ ആ താഴേക്കേ കൊണ്ടുപോവുകയുള്ളൂ. യൂറിനറി സിസ്റ്റത്തിലുള്ള മസിലുകൾ നമുക്കറിയാം, അതിങ്ങനെ നമ്മളുടെ നിയന്ത്രണത്തിനനുസരിച്ചല്ല, അത് സ്വയമായിട്ടുള്ള ആ സിസ്റ്റത്തിലാണ്. ഹാർട്ട് നമുക്കറിയാം, അതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ഈ സാധനം നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമുക്ക് ഹാർട്ട് അടിക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലും ആ ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള മസിലുകളെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? ഹാർട്ടിൽ, ഈസോഫോഗസിൽ, യൂറിനറി സിസ്റ്റത്തിലൊക്കെ കാണപ്പെടുന്നു. ഇനി ഈസോഫോഗസ് എന്താണെന്നും യൂറിനറി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും ഒക്കെ വേറെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾ റെഫർ ചെയ്യുക. ഞാനിത് ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ടേബിൾ 4.3 ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇവിടെ ഒരു ചോദ്യം തന്നുണ്ട്. ഹൗ ഈസ് ദ ആക്ഷൻ ഓഫ് ഇൻവോളണ്ടറി മസിൽസ് കൺട്രോൾഡ്? എങ്ങനെയാണ് ഇൻവോളണ്ടറി മസിൽസിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അനൈച്ഛിക പേശികളുടെ പ്രവർത്തനം എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം. ഓക്കെ, അതിനുത്തരം നമുക്കിങ്ങനെ എഴുതാം. ദ ആക്ഷൻ ഓഫ് ഇൻവോളണ്ടറി മസിൽസ് ഓഫ് അവർ ബോഡി ആർ കൺട്രോൾഡ് ബൈ ദ ഓട്ടോണമിക് നെർവ് സിസ്റ്റം ഇൻ ദ ബോഡി. അതായത് നമ്മളുടെ ശരീരത്തിൽ ഓട്ടോണമിക് ആയിട്ടുള്ള ഒരു നെർവ് സിസ്റ്റം ഉണ്ട്. ആ നെർവ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഈ ഇൻവോളണ്ടറി മസിൽസിനെ അതായത് നമുക്ക് നിയന്ത്രണമില്ലാത്ത നമ്മളുടെ ശരീരത്തിലെ മസിലുകളെ നിയന്ത്രിക്കുന്നത് ഓട്ടോണമിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്ന നെർവ് സിസ്റ്റത്തിൻ്റെ
പ്രവർത്തനം കൊണ്ടാണ്. ഇൻവോളണ്ടറി മസിൽസ് ഇൻക്ലൂഡ് സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. നിങ്ങൾക്കറിയാം സ്മൂത്ത് മസിൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈനിലും സ്റ്റൊമക്കിലും ഒക്കെ ഉള്ള മസിലുകളാണ്. അതുപോലെ തന്നെ കാർഡിയാക് മസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലുള്ള മസിലുകളാണ്. ഐ സപ്പോസ് ഈ പാഠഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ നോക്കിക്കൊള്ളുക അടുത്ത പാരഗ്രാഫ് 95-ാമത്തെ പേജിനകത്ത് നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫ് ടേബിൾ 4.3ക്ക് ശേഷമാണ് കാണുന്നത്. അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. നമുക്കതവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. യു നോ ദാറ്റ് ഫോൾഡിങ് ആൻഡ് സ്ട്രെച്ചിങ് യുവർ ഹാൻഡ് ഈസ് എ വോളണ്ടറി ആക്ഷൻ. ഹൗ ഡസ് ദിസ് മൂവ്മെൻറ്റ് ടേക്ക് പ്ലേസ്? യു നോ, നിങ്ങൾക്കറിയാം എന്താണ് കൈകൾ മടക്കുകയും ഫോൾഡിങ് യുവർ ഹാൻഡ്സ് ആൻഡ് കൈകൾ നിവർത്തുകയും സ്ട്രെച്ചിങ് യുവർ ഹാൻഡ്സ് ചെയ്യുന്നത് ഐച്ഛിക ചലനമാണ്. അതായത് അതൊരു വോളണ്ടറി ചലനമാണ്. അതായത് നമ്മളുടെ ഇഷ്ടപ്രകാരം നടത്തുന്നതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യു നോ. എങ്ങനെയാണ് ഈ ചലനം നടക്കുന്നത്? ഹൗ ഈസ് ദാറ്റ് മൂവ്മെൻറ്റ് ഹാപ്പൻസ്? എങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ്സ് ടേക്സ് പ്ലേസ്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. 2 മസിൽസ് ആർ മെയിൻലി ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്. അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ പ്രോസസ്സിൽ എന്ന് വെച്ചാൽ പ്രവർത്തനത്തിൽ മെയിൻലി എന്ന് വെച്ചാൽ മുഖ്യമായും 2 മസിൽസ് എന്ന് വെച്ചാൽ 2 പേശികൾ, ഇൻവോൾവ് എന്ന് വെച്ചാൽ പങ്കെടുക്കുന്നു. അപ്പം ഈ പ്രവർത്തനത്തിൽ 2 പേശികളാണ് പങ്കെടുക്കുന്നത്. കൈകൾ ഇനി നമ്മൾ മനസ്സിലാക്കുക. ഇനി ഏതാണതെന്ന് നോക്കുക. ബൈ ഫോൾഡിങ് ആൻഡ് സ്ട്രെച്ചിങ് യുവർ ഹാൻഡ്സ് ആൻഡ് അനലൈസിങ് ദ ഇലിസ്ട്രേഷൻ 4.6 അണ്ടർസ്റ്റാൻഡ് ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസിൽസ്. ഡിസ്കസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈ ഫോൾഡിങ് ആൻഡ് സ്ട്രെച്ചിങ് ഓഫ് യുവർ ഹാൻഡ്സ്. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൈകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നതിൻ്റെ ചിത്രീകരണം ഏതാണ്? 4.6 തന്നിരിക്കുന്നു. അത് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചെയ്ത അനലൈസ്, നമ്മളോട് അത് എന്താണ് തന്നിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ആ ചിത്രീകരണം 4.6നെ അനലൈസ് എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡ് ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസിൽസ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ പേശികളുടെ സങ്കോചവും വികാസവും മനസ്സിലാക്കുക. കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ സങ്കോചം, റിലാക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പേശികളുടെ വികാസങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൂചകങ്ങൾക്ക് അനുസരിച്ച് ചർച്ചയും കുറിപ്പും തയ്യാറാക്കുക. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്കസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് പ്രിപ്പയർ ദ നോട്ട്സ്. നമ്മളോട് നോട്ട് പ്രിപ്പയർ ചെയ്യുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ 96-ാമത്തെ പേജിലേക്ക് വരിക. 96-ാമത്തെ പേജിൽ നമ്മൾ എന്താണ് കാണുന്നത്? ആദ്യമായിട്ട് ചില മസിലുകളെ കാണുന്നു. ഒന്നാമതായിട്ട് 4.6 തന്നിരിക്കുന്ന ടെൻഡ്രൻ എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് അപ്പം ടെൻഡ്രൻ? എ ടെൻഡ്രൻ ഈസ് എ ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂ. ഈ ടെൻഡ്രൻ എന്ന് പറയുന്നത് ഫൈബർ കൊണ്ടുള്ള, തന്തുക്കൾ കൊണ്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ദാറ്റ് അറ്റാച്ചസ് മസിൽസ് ടു ബോൺസ്. അതിൻ്റെ പ്രവർത്തനം എന്താണ്? അത് പേശികളെ എല്ലുകളുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൂടി യോജിപ്പിച്ച് നിർത്തുന്നു. ടെൻഡൻസ് മേ ഓൾസോ അറ്റാച്ച് മസിൽസ് ടു സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഐബോൾ. അതായത് നമ്മളുടെ കണ്ണുകളുടെ അതിൻ്റെ ഐബോളിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നത് എന്താണ്? ടെൻഡൻ ആണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണ്? ടെൻഡൻ കഴിഞ്ഞേച്ച് ഫ്ലെക്സർ മസിൽസ്. ഫ്ലെക്സർ മസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മടക്കൽ പേശി എന്ന് പറയും. മടക്കൽ പേശി എന്ന് വെച്ച് കഴിഞ്ഞാൽ മടങ്ങാനായിട്ട് സഹായിക്കുന്ന പേശീനെയാണ് പറയുന്നത് ഫ്ലെക്സർ മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്ലെക്സർ മസിൽ പറയുന്നത്? ഫ്ലെക്സർ മസിൽസ് ആർ എനി ഓഫ് ദ മസിൽസ് ദാറ്റ് ഡിക്രീസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബോൺസ് ഓൺ 2 സൈഡ്സ് ഓഫ് എ ജോയിൻറ്റ്. അതായത് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണുകൾ എന്നറിയാം. അതായത് നമ്മൾ കൈ മടക്കി വന്നു കഴിയുമ്പോൾ ആംഗിൾ അല്ലെങ്കിൽ ആ കോണുകൾ തമ്മിലുള്ള അളവ് കുറഞ്ഞു വരുന്നു. അപ്പം ഏത് മസിലുകളാണോ നമ്മളുടെ അവയവങ്ങളുടെ ആ കോണുകളുടെ അകലത്തെ കുറയ്ക്കുന്നത്, ആ മസിലുകളെയാണ് എന്ത് എന്ന് പറയുന്നത്? ഫ്ലെക്സർ മസിലുകൾ എന്ന് പറയുന്നത്. ഐ സപ്പോസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. ഇത്തരത്തിൽ കോണുകളുടെ അളവുകളെ കുറച്ചുകൊണ്ട് നമ്മളുടെ അവയവങ്ങളെ തമ്മിൽ ജോയിൻറ്റുകളിൽ അടുപ്പിച്ച് നിർത്തുന്ന മസിലുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഫ്ലെക്സർ മസിൽ എന്ന് പറയുന്നു. ഇനി എന്താണ്? എക്സ്റ്റൻസർ മസിൽ. എക്സ്റ്റൻസർ മസിൽ എന്ന് വെച്ചാൽ എന്താണ്? നിവർത്തൽ പേശി എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? നിവർത്തൽ
പേശി. ഈ മലയാളത്തിലുള്ള വാക്കുകൾ നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുമായിരിക്കും, എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? എക്സ്റ്റൻസർ മസിൽസ് ആർ എനി ഓഫ് ദ മസിൽസ് ദാറ്റ് ഇൻക്രീസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ലിംബ്. അതായത് നമ്മളുടെ ജോയിൻറ്റുകൾ തമ്മിലുള്ള അകലത്തെ കൂട്ടുന്നത്. അതായത് നമ്മൾ കൈ മടക്കി പിടിച്ചു കഴിയുമ്പോൾ അവിടെ ഏതാണ്? ഫ്ലെക്സർ മസിൽ വരുന്നു. നമ്മളുടെ കൈ നിവർത്തി പിടിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നത് മെയിനായിട്ടും ഏതാണ്? എക്സ്റ്റൻസർ മസിലാണ്. ആസ് ബൈ സ്ട്രൈറ്റനിങ് ദ എൽബോ ഓർ നീ ഓർ ബെൻഡിങ് ദ റിസ്റ്റ് ഓർ ദ സ്പൈൻ ബാക്ക്വേർഡ്. അതായത് ഏതെല്ലാം സ്ഥലങ്ങളിലാണോ നമ്മളുടെ ജോയിൻറ്റുകൾ തമ്മിലുള്ള അകലത്തെ എന്താ പറയുന്ന കോണുകളുടെ ആ അകലത്തിൻ്റെ കോണുകളെ അകറ്റി നിർത്തുക, ആ മസിലുകളെ പറയുന്ന പേരുകളാണ് എന്ത്? എക്സ്റ്റൻസർ മസിലുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കുക. ഒരു ഭാഗം കൂടി തന്നിട്ടുണ്ട്. എന്താണ്? ബോൺ എന്ന ഒരു ഭാഗം കൂടി തന്നിട്ടുണ്ട്. ആ ബോൺ എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. എന്താണ് ബോൺ? അവർ ബോൺസ് ആർ അവർ ബോഡീസ് മെയിൻ ഫോം ഓഫ് സ്ട്രക്ചറൽ സപ്പോർട്ട്. അതായത് നമ്മളുടെ ശരീരത്തിലെ നമ്മളുടെ ബോഡിക്ക് തരുന്ന ബോൺ എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ ബോഡിക്ക് തരുന്ന സ്ട്രക്ചറൽ സപ്പോർട്ടുകളെയാണ് എന്താ എന്ന് പറയുന്നത്? ബോൺ എന്ന് പറയുന്നത്. ദേ ആർ മെയ്ഡ് ഓഫ് ഹാർഡ് സ്ട്രോങ് ടിഷ്യൂസ്. ബോണുകൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? കഠിനമായുള്ള കട്ടി കൂടിയ ഹാർഡ് ടിഷ്യൂ കൊണ്ടാണ് ബോൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഈ ബോണിൻ്റെ പ്രത്യേകത എന്താണ്? ബോൺസ് ഗീവ്സ് അവർ ബോഡി ഷേപ്പ് ആൻഡ് ഹെൽപ്പ് അസ് ടു മൂവ്. ബോണുകൾ നമ്മളുടെ ബോഡിക്ക് ഷേപ്പ് നൽകുന്നു, അതുപോലെ തന്നെ അവയെ സഞ്ചരിക്കുവാനായിട്ട് അല്ലെങ്കിൽ മൂവ്മെൻറ്റിനായിട്ടും സഹായിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇല്ലുസ്ട്രേഷൻ 4.6 നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനിയുള്ള ഇൻഡിക്കേറ്റേഴ്സിലേക്ക് നമുക്ക് അടുത്ത പാർട്ടിൽ പോകാവുന്നതാണ്.